ഓക്കെ, അടുത്ത നമ്മൾ ബോറിൻ്റെ ആറ്റം മോഡലാണ്. ബോർ ആറ്റം മോഡൽ. സത്യത്തിൽ ബോറിൻ്റെ മോഡൽ റുദർഫോർഡിൻ്റെ മോഡലിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ബോറിനെ റുദർഫോർഡിൻ്റെ ഒരു ശിഷ്യനെ പോലെ കണക്കാക്കി വിചാരിക്കാം. കാര്യം റുദർഫോർഡിൻ്റെ തിയറീനെ എടുത്ത് അതിനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചാണ് ബോർ. അപ്പം ബോർ പറയണത് ഇങ്ങനെയാണ്, ബോറിൻ്റെ മോഡൽ ഇങ്ങനെയാണ്. ബോർ പറയുന്നത് റുദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ബോറും കൺക്ലൂഷനിലെത്തുന്നത്. ബോർ പറയാണ് atom consists of central part known as nucleus. Electrons revolve around this nucleus in circular tracks. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, the electrons follow only those circular tracks whose angular momentum is integral multiple of h by 2 pi. എന്നുവെച്ചാൽ ഇയാൾ പറഞ്ഞ പോലെ, ആര്, റുദർഫോർഡ് പറഞ്ഞ പോലെ ചുമ്മാ കറങ്ങല്ല ചെയ്യുക. അങ്ങനെ എവിടെയെങ്കിലും കറങ്ങാനും പറ്റൂല. ചില സ്പെഷ്യൽ ഓർബിറ്റ്സിലൂടെ മാത്രമേ കറങ്ങുള്ളൂ. ആ ഓർബിറ്റ്സിൻ്റെ പ്രത്യേകത, ആ ഓർബിറ്റ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ആ ഓർബിറ്റിന്റെ ആംഗുലാർ മൊമെന്റം h by 2 പൈയുടെ മൾട്ടിപ്പിൾ ആണ്. ആംഗുലാർ മൊമെന്റം ഈസ് ദി ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h by 2 പൈ. ഇതാണ് സംഭവം. ഇനി അങ്ങനെ കറങ്ങുമ്പോൾ അതിനാവശ്യമായ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺ ആൻഡ് ദി ന്യൂക്ലിയസ്. നാലാമത്തെ കാര്യം അതാണ്. ഇനി അദ്ദേഹം പറയുന്നു, ഈച്ച് സ്റ്റേഷനറി ഓർബിറ്റ് കറസ്പോണ്ട്സ് ടു എ പെർട്ടിക്കുലർ എനർജി ലെവൽ. നമ്മൾ വിളിക്കുക സ്റ്റേഷനറി ഓർബിറ്റ്സ് എന്നാണ്. ഈച്ച് സ്റ്റേഷനറി ഓർബിറ്റ് കറസ്പോണ്ട്സ് ടു എ പെർട്ടിക്കുലർ എനർജി ലെവൽ. ദീസ് ഇലക്ട്രോൺസ് ക്യാൻ ഷിഫ്റ്റ് ഫ്രം വൺ ലെവൽ ടു അനദർ ലെവൽ. These electrons can shift from one level to another level. The difference of these levels are what is shown in the spectrum. ഈ വ്യത്യാസങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, സ്പെക്ട്രയിൽ കാണുന്നത്. എന്ന് വെച്ചാൽ പുറത്തേക്ക് കിട്ടുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്ന എനർജി മീൻസ് h nu. The energy absorbed or energy released is the difference of energy between two levels, E2 minus E1, or the frequency what you see is E2 minus E1 by h. Shari, the frequency what you see is E2 minus E1 by h. ഇതാണ് സംഭവം. നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന എനർജി, റിലീസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് അവരുടെ ഡിഫറൻസ് ആണ്. ഓക്കെ, ഇനി ബോർ മോഡൽ എങ്ങനെ കൂടുതൽ നന്നായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു നോക്കാം. എഴുതിക്കോളൂ, സൈഡറിംഗ് അനാലിറ്റിക്കൽ സ്റ്റഡി ഓഫ് ബോർ മോഡൽ. എന്താ സംഭവം? ZD ചാർജ് ഉള്ള ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണ് സർക്കുലർ ട്രാക്കിൽ റിവോൾവ് ചെയ്യും. nth ഓർബിറ്റ് ആണിതെന്ന് കരുതുക. അപ്പോൾ അവന് Rn റേഡിയസ് ഉണ്ടാവും, Vn വെലോസിറ്റി ഉണ്ടാവും. കറങ്ങുന്ന വെലോസിറ്റി Vn, Rn റേഡിയസ് ഉണ്ടാവും. ഓക്കെ, ലെറ്റ്സ് ഫൈൻഡ് റേഡിയസ്. കറങ്ങുന്ന റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഒരു പരിപാടിയാണ്. തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് പഠിക്കുകയാണ്. കറക്റ്റ് 1 by 1 ആയിട്ട് നമ്മൾ എത്തിച്ചേരാൻ പോവാണ്. എന്താ നമ്മളോട് പറയുന്നത്? സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ദി ഇലക്ട്രോൺ. സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? mvn² by Rn. ശരിയല്ലേ? mv² by R ഈക്വൽ ടു 1 by 4 pi epsilon 0 ZD into E by Rn². സോ ഇവിടുന്ന് Rn വെട്ടി mvn² ഈക്വൽ ടു 1 by 4 pi epsilon 0
Z E square by Rn. ഇങ്ങനൊരു സാധനം കിട്ടും. MVN square equal to 1 by 4 pi epsilon 0 Z E square divided by Rn. ഇനി we have എന്താ നമ്മൾ പഠിച്ചേ? ആംഗുലാർ മൊമെന്റം L ഈക്വൽ നമുക്ക് എന്താണ് വേണ്ടത്? Rn ആണ് വേണ്ടത്. Vn നമുക്ക് അറിയാത്ത ആളാണ്. അപ്പോൾ Vn ഉം Rn ഉം എല്ലാം കൂടി അറിയാത്ത ആളെ കൊണ്ട് കളിക്കാൻ പറ്റില്ല. അപ്പോൾ Vn നമുക്ക് മാറ്റണം. We have L equal to NH by 2 pi. L എന്താ? MVR ആണ്. So MVN Rn equal to NH by 2 pi. ഓർമ്മയില്ലേ? ആംഗുലാർ മൊമെന്റം ഈക്വൽ ടു MVR. Vn Rn എന്ന് ഉദ്ദേശിച്ചത് nth ഓർബിറ്റ് ആയതുകൊണ്ടാണ്. So Vn that gives Vn is equal to NH divided by 2 pi mRn. അതവിടെ കൊടുക്കുക. എവിടെ? അവിടെ. അപ്പോൾ m Vn സ്ക്വയറിന് പകരം n സ്ക്വയർ h സ്ക്വയർ ഡിവൈഡഡ് ബൈ Vn സ്ക്വയറിന് പകരം MVN സ്ക്വയറിന് പകരം m n സ്ക്വയർ h സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 pi സ്ക്വയർ m square Rn square equal to 1 by 4 pi epsilon 0 Z E square by Rn. ഇനി നമുക്ക് കളയാൻ പറ്റുന്നതൊക്കെ കളയാം. ഇവിടുത്തെ ഒരു പൈ സ്ക്വയർ ആയിട്ട് പോവും, 4 പോവും, Rnൻ്റെ ഒരു സ്ക്വയർ പോവും, പിന്നെ ഉള്ളത് എമ്മിൻ്റെ സ്ക്വയർ പോവും. അപ്പോൾ ഇനി നമുക്ക് Rn അല്ലേ കണ്ട്, ഈ Rn അപ്പുറം കൊണ്ടുപോകാം, ബാക്കി എല്ലാത്തിനും ഇപ്പുറം കൊണ്ടുവരാം. സോ ഇറ്റ് ഈസ് n സ്ക്വയർ h സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ എം ഒരെണ്ണുണ്ട്, എം പൈ ഉണ്ട്, ഈ എപ്സിലോൺ 0 മേലെ പോവും, n സ്ക്വയർ h സ്ക്വയർ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ എം പൈ z e സ്ക്വയർഡ്, പൈ എം z e സ്ക്വയർഡ്. സോ Rn is equal to n സ്ക്വയർ ബൈ z. കണ്ട് ബാക്കിയെല്ലാം എപ്പോഴുള്ള കോൺസ്റ്റൻ്റാണ്. n മാറും, z മാറും, ന്യൂക്ലിയസ് മാറുന്നതിനനുസരിച്ച് z മാറും, പക്ഷെ ബാക്കിയെല്ലാം ഫിക്സഡ് കോൺസ്റ്റൻ്റ്, എപ്പോഴും കോൺസ്റ്റൻ്റാണ്. h സ്ക്വയർ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ പൈ എം ഇ സ്ക്വയർഡ്. ഇപ്പോൾ പൈ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പൈ, എം മാസ് ഓഫ് ഇലക്ട്രോൺ, അതൊന്നും ഒരിക്കലും മാറില്ല, ഈ ചാർജ് ഓഫ് ഇലക്ട്രോൺ. So when n equal to 0, z equal to 1. When n equal to 1, z equal to 1. n equal to 1, z equal to 1 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ z equal to 1 means what? ഹൈഡ്രജൻ ആറ്റം. n equal to 1 means ഫസ്റ്റ് ഓർബിറ്റ്. അപ്പോൾ ഇതെന്താവും? Rn equal to h square epsilon 0 divided by pi m e squared, and we call it as R0, which is the radius of the first orbit of hydrogen atom. അപ്പോൾ എങ്ങനെ എഴുതാം? Rn is equal to n square by z R0. n square by z R0. Rn is equal to n square by z R0. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം Rn proportional to n square, Rn proportional to 1 by z. Rn proportional to 1 by z. ഇത് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ആ സെഡിനോടും എന്നിനോടുമുള്ള പ്രൊപ്പോർഷണാലിറ്റി. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ നമുക്ക് അതാണ് വേണ്ടത്. ഓക്കെ, ഇനി ലെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് വാട്ട് ഈസ് Vn. വാട്ട് ഈസ് Vn? ടു ഫൈൻഡ് വെലോസിറ്റി. അടുത്ത പണി അതാണ്. വളരെ സിമ്പിളാണ് ടു ഫൈൻഡ് Vn. Vn ഈക്വൽ ടു നമ്മൾ നേരത്തെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, NH ഡിവൈഡഡ് ബൈ 2 pi m Rn, which is NH divided by 2 pi m. Rn എന്ന് പറയുന്നത് എന്താ? Rn ഓൾറെഡി നമുക്ക് കിട്ടി, n സ്ക്വയർ ബൈ z h സ്ക്വയർ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ പൈ എം ഇ സ്ക്വയർഡ്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക്, ഇവിടുത്തെ പൈ വെട്ടിപ്പോവും, h സ്ക്വയറിൽ പോവും, n സ്ക്വയറിൽ പോവും, z അങ്ങ് മേലെ പോവും, z m ഇ സ്ക്വയർ divided by 2mn h epsilon 0. So mm വെട്ടി, Vn equal to z by n e square divided by 2h epsilon 0. z by n
Now, ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അടുത്ത ഇമ്പോർട്ടൻസ് ആണ് വേണ്ടത്. വി എൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സെഡ്, വി എൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എൻ. നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഫർമേഷനാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമുക്കത് ആവശ്യമാണ്. എന്ന് വൈകളോ, നമ്മളിവിടെ ഒരു ടേമിലേക്ക് കിടക്കുക. എന്താവശ്യം എന്ന് വെച്ചാൽ നമ്മൾ വി എന്നിൻ്റെ എക്സ്പ്രഷൻ നോക്കാം. വി എൻ നമുക്ക് എന്താ കിട്ടിയത്? വി എൻ ഈക്വൽ ടു സെഡ് ബൈ എൻ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2h എപ്സിലോൺ 0. ശരി, ഒരു അടിപൊളി സംഭവം. ഇതിൽ സെഡും എന്നും ഒക്കെ നമ്പറാണ്, അപ്പോൾ ഇവന് യൂണിറ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇവൻ എന്തുണ്ട്? യൂണിറ്റ് ഉണ്ട്. ഇവൻ്റെ യൂണിറ്റ് എന്ത്? ഇത് മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്ത് തന്നെ? മീറ്റർ പെർ സെക്കൻഡാണ്. ഈ ടേമിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ അവനെ മറ്റൊരു മീറ്റർ പെർ സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അവന് യൂണിറ്റ് ഇല്ലാണ്ടാവും. ശരിയല്ലേ? അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാം. മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ബൈ സി ഓൺ RHS. വെറുതെ ഒരു തരികിട. എന്താണ് തരികിട? എന്താ ആവശ്യം എന്ന് മനസ്സിലാവാം. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സി കൊണ്ട് ഗുണിക്കുന്നു എന്ന് വെച്ചാൽ ZC/N, എന്നിട്ട് താഴെ സി കൊണ്ടായിരിക്കുന്നു ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2h എപ്സിലോൺ 0. ഞാൻ ഒരു മാറ്റവും വരുത്തിയിട്ടില്ലല്ലോ. ഒരു മാറ്റവും ഞാൻ വരുത്തിയിട്ടില്ല. സി കൊണ്ട് ഗുണിച്ചു വരച്ചു. ഇപ്പോഴുള്ള മെച്ചം എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട മെച്ചം, ഇവൻ്റെ നേരത്തെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. ഇപ്പം ഞാൻ മറ്റൊരു മീറ്റർ പെർ സെക്കൻഡ്. സി ആരാ? സി ആരാ? സി വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ സി എന്ന് പറഞ്ഞ ഒരു ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ അവൻ്റെ യൂണിറ്റ് എന്തായി? മീറ്റർ പെർ സെക്കൻഡ് പോയി. ശരിയായില്ലേ? അപ്പോൾ ഇതെന്തായി? ഇതിപ്പോൾ യൂണിറ്റ്ലെസ് കോൺസ്റ്റൻ്റ് ആയി. ആൻഡ് വി കോൾ ഇറ്റ് ആസ് ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റൻറ്റ് ആൽഫ. Fine structure constant alpha. So Vn is equal to Zc alpha by n. ഈ ആൽഫേൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര രസം തോന്നും. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായി. ഈ ആൽഫേൻ്റെ വാല്യൂ 1/137 ആണ്. കണ്ടില്ലേ? വെറും ഒരു നമ്പറിലേക്ക് നമ്മളുടെ സാധനം മാറി. ആ കോൺസ്റ്റന്റ് മാറി വെറും ഒരു ചെറിയ നമ്പറിലേക്ക്. ഈസിലി എന്താ പറയുക, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ നമ്പറിലേക്ക് അത് മാറി. അപ്പോൾ ഇനി സെഡും സിയും എന്നും കണക്ട് ചെയ്താൽ മതി 1/137 യു ഗോട്ട് ഇറ്റ്. സോ ഇറ്റ്സ് എ ഭയങ്കര അഡ്വാൻറ്റേജ് ഉള്ള സംഭവമാണ്. ദിസ് ഈസ് അബൌട്ട് ദി വെലോസിറ്റി ഓഫ് ദി ഓർബിറ്റ് ഇൻ ദി വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ ഇൻ ദി nth ഓർബിറ്റ്. ഓക്കെ, നമുക്ക് ഇനി നോക്കാനുള്ളത് എനർജീസ് ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ എൻ ആറ്റം. ഒരു ആറ്റത്തിലകത്തെ ഇലക്ട്രോണുകളുടെ എനർജികളെ കുറിച്ചാണ്. എനർജികൾ റിവോൾവ് ചെയ്യൽ. എന്താ? ആരെ കറങ്ങുക? ZD ന്യൂക്ലിയസിനെ കറങ്ങുകയാണ് ഇലക്ട്രോൺ അല്ലേ? അപ്പോൾ റിവോൾവ് ചെയ്യുന്ന സമയത്ത് അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജി എന്താ? 1/4πε0 Q1 Q2/R12. നമ്മൾ പഠിച്ചേ. ദാറ്റ് ഈസ് 1/4πε0 ZD into E by positive ZD into minus E by Rn. That is minus 1/4πε0 ZD square by Rn. Okay? ഇനി കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി. വി ഹാവ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഹെഡിങ് എന്തായിരുന്നു? എനർജീസ് ഓഫ് ഇലക്ട്രോൺ ആണ്. വി ഹാവ് mvn square by Rn equal to 1/4πε0 ZD square by Rn square. സോ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഇടുന്ന കാര്യമില്ല. കാര്യം അതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. നെഗറ്റീവ് പോസിറ്റീവിൻ്റെ അർത്ഥം ഡയറക്ഷനാണ്. ഇത് സ്കേലറാണ്. നെഗറ്റീവ് പോസിറ്റീവിൻ്റെ അർത്ഥം പോസിറ്റീവ് കുറവാണോ കൂടുതലാണോ അവിടെ നെഗറ്റീവ് ഇടണം. സോ ഇറ്റ് ഈസ് mvn square equal to 1/4πε0 ZD square divided by Rn. നിങ്ങൾ ഓർത്തെടുത്ത് എനിക്ക് പറഞ്ഞു തരേണ്ടി വരുവേ ആ Rnൻ്റെ ഫുൾ വാല്യൂ ഒന്ന് നോക്കേണ്ടി വരെ. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mvn സ്ക്വയർഡ്, വിച്ച് ഈസ് ഹാഫ് mvn സ്ക്വയറിന് പകരം 1/4πε0 ZD square divided by Rn. That is 1/8πε0 ZD square divided by Rn. ഇനി ടോട്ടൽ എനർജി കാണാൻ ഞാൻ EN എന്ന് വിളിക്കാം. ടോട്ടൽ എനർജി
ടോട്ടൽ എനർജി En will be K plus U എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയും കൂടെ സമ്മാണ്. സോ ദാറ്റ് ഈസ് 1/8πε0 Ze²/Rn plus -1/4πε0 Ze²/Rn. So that is 1/4πε0 നമുക്ക് പുറത്തെടുത്താൽ 1/4πε0 Ze²/Rn പുറത്തെടുക്കുക അല്ലേ. You can take 1/4πε0 Ze²/Rn you can take out. Ze²/Rn out. ഇവിടെ പിന്നെ 1/2 ഉണ്ടാവും പ്ലസ് -1 ഉണ്ടാവും. So that will be 1/2 plus -1 will be -1/2. So it is -1/2 into 1/4πε0 Ze²/Rn. So the total energy in the nth state En is equal to -1/8πε0 Ze² divided by Rn. ഒന്ന് പറഞ്ഞേ, Rnന്റെ വാല്യൂ Rn was equal to n²h epsilon 0 divided by z pi m e squared. So En will be equal to -1/8πε0 Ze² divided by n²h epsilon 0 divided by z pi m e squared. ഇതിങ്ങനെ വലുതാക്കി എഴുതിയിട്ടുണ്ട് സാർ, ആകെ എന്തൊക്കെ വലിയ കാര്യം പഠിപ്പിച്ചു എന്ന് വിചാരിക്കേണ്ട. ഇത് സിമ്പിൾ കണ്ടിന്യൂഷൻ അല്ലേ. പിന്നെ അവസാനം ആ റിസൾട്ടിനെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതങ്ങ് മേലെ പോകും. സോ ഇറ്റ് വിൽ ബി -z² പൈ ഇവിടുന്ന് പൈ m e⁴ divided by 8πε0² n² Rn n² h റെഡി അല്ലേ. n² h² ഉണ്ടോ, n² h ഉള്ളോ? അതാണ്. ഇവിടെ Rnന് പകരം n² h² ഉണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. n² h² ഉണ്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഇക്വേഷൻ ഫോർ En എന്ന് വെച്ചാൽ n ഈക്വൽ ടു മൈനസ് നെഗറ്റീവ് ആണ് Z²/n² ഇൻറ്റു m e⁴ divided by 8πε0² h². നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ഫോർമുലയാണ്. അവിടെ nth ലെവലിലെ എനർജി പ്രൊപ്പോർഷണൽ ടു Z², En പ്രൊപ്പോർഷണൽ ടു 1/n². ആ രണ്ട് കാര്യവും നമ്മൾ കൺഫേം ചെയ്യണം. ഓക്കെ, അത് നമ്മുടെ മനസ്സിലുണ്ടാവണം.